പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. മക്കളോട് പങ്കുവെപ്പാൻ കർത്താവ് എനിക്ക് നൽകിയൊരു സന്ദേശം ആണിത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിപ്പ് എളുപ്പമുള്ളൊരു പ്രക്രിയയല്ല. കാത്തിരിക്കുക എന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമാണ്. എന്നാൽ യേശു കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാക്യത്തിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. കാലങ്ങളെക്കുറിച്ച്, സമയങ്ങളെക്കുറിച്ചൊന്നും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം, നിങ്ങൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിച്ചു. ഇനി ഏറിയ നാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കുമെന്ന് യേശു കർത്താവ് പറയുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒന്നിച്ച് കൂടിയിരുന്നു. അവരൊരുമനപ്പെട്ട് കൂടിയിരിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നൊരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരേ മനസ്സോടെ ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി അവർ കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒത്തിരി ഒന്നും ചെയ്തില്ലെങ്കിലും കർത്താവ് നമ്മോട് അരുളി ചെയ്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കുക. കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ച ഒത്തിരി വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ഒന്നും ലൈഫ് ഈസി അല്ലായിരുന്നു. അവർ കടന്നുപോയ പ്രക്രിയകളൊന്നും എളുപ്പമല്ലായിരുന്നു. പക്ഷേ ഇൻ ദ എൻഡ്, അവസാനത്തിൽ അവർ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച് പുറത്തു വരുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ട ഓരോ വാഗ്ദത്തത്തിനും വേണ്ടി ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.